രണ്ട് കൊല്ലം പോയ പോക്കെ. ഈ 2 കൊല്ലം നമ്മൾ എന്തിനായിരുന്നടാ? എന്തിരിയാ പണ്ടവന്റെ പറമ്പിലെ തേങ്ങയും മാങ്ങയും കൊലയൊക്കെ വെട്ടി നമ്മളെ സുരേഷണന്റെ കടയിൽ കൊടുത്ത് പൈസ മേടിക്കുന്നു. അല്ല എന്തിരിയാ? അതല്ലടാ, എത്ര നാളാടാ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട്. ഇനി നീ എവിടെ ഇരുന്നു? നീ ഗൾഫിൽ പോയില്ലേ? ഇരുന്നോത്തോ ഞാനല്ലേ? നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ ഗൾഫിൽ പോട്ടെ, നിന്നെ ഞാൻ കൊണ്ടുപോകും, വലിയ ജോലി, കാറ്, വീട്. ഇപ്പോൾ ഉള്ള വീട് പോണ അവസ്ഥ എനിക്ക് മാത്രമേ അറിയാവൂ. ഡേയ്, നീ ഗൾഫ് എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നല്ല പണിയെടുക്കണം, നല്ല കാശ് കിട്ടു. പിന്നെ ചുമ്മാ കാശുകാരെ അറബിയാരെ നിന്റെ അമ്മാവനാവണോ? ഓ, അതുകൊണ്ടല്ലേ ഞാൻ നിർത്തി വന്നേ. എനിക്ക് വയ്യടാ അവിടുത്തെ ചൂടത്ത് പണിയെടുക്കാൻ. എനിക്ക് എൻ്റെ നാട്ടിലെ ജോലി തന്നെ മതി. അതിന് നാട്ടിൽ എവിടെ ജോലി? അല്ല, ഈ തേങ്ങ വറക്കലും കൊല വെട്ടലും ഒക്കെ. അപ്പൊ നീ ഇനി തിരിച്ചു പോണില്ലേ? അതല്ലേ പറഞ്ഞ, നമുക്ക് ഈ നാടും വീടും തേങ്ങ വറക്കലും സുരേഷ് അണ്ണന്റെ കടയും അതൊക്കെ മതി. എന്താ എടാ, നീ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാനെന്ന് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നേ. എടേ, നീ വിഷമിക്കല്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്തോന്ന് വഴി? ഇനി മോഷണം മാത്രമേ ഉള്ളൂ വഴി. പിന്നെ ഇത്ര നാള് പിന്നെ തേങ്ങ വാങ്ങുകയും പാട്ടത്തിന് എടുക്കുകയല്ലേ ചെയ്തിരുന്നു. ഇനിയിപ്പൊ അതേ ഉള്ളു വഴി. അതൊക്കെ പോട്ട്, എനിക്ക് എൻ്റെ നാടൊന്ന് ശരിക്കൊന്ന് കാണണം. എന്റെ അളിയെ ഇവിടെ എന്തോന്നിരിക്കണ്? എടാ, ഇവിടെ ഈ പച്ചപ്പും അണ്ട് ഈ ഓല ഇതൊക്കെ ഉള്ളടാ. എന്തോ ഇരിക്കുന്നതെന്നോ? അളിയാ, നിനക്കറിയോ, ഞാൻ ഗൾഫിലാണെന്നേ ഉള്ളൂ. ഞാൻ ശരിക്കും ഗൾഫ് കണ്ടിട്ടില്ല. ഏതോ ഒരു മരുഭൂമിയുടെ ഇടയിൽ ആടിനെ മേച്ചോണ്ടിരിക്കുവായിരുന്നടാ. ഞാൻ ആടിനെ മേച്ചോണ്ടിരിക്കുവായിരുന്നു. ആടിനെ വെക്കാൻ നീ ആര്? രമണനാ? ഓടാ, മരുഭൂമിയുടെ രമണൻ ഞാനാടാ. അങ്ങോട്ട് വയ്ക്കാൻ മണല്, ഇങ്ങോട്ട് വയ്ക്കാൻ മണല്. അതുകൊണ്ട് എനിക്ക് എൻ്റെ നാടൊന്ന് ശരിക്കൊന്ന് കാണണം. പിന്നെ എൻ്റെ സ്നേഹയും, എൻ്റെ സ്നേഹ, എൻ്റെ കുടുംബാവ. അവൾ എൻ്റെ ജീവനാണ്. അപ്പൊ ഗുണവാവേര് അച്ഛനോ? എന്താ അയാൾ അന്ന് പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ മോളെ ഞാനൊരു സർക്കാർ ജോലിക്കാരന് മാത്രമേ കെട്ടിച്ചു കൊടുക്കൂ. അയാളൊരു സർക്കാർ ജോലി. നിനക്കറിയോ, ഞാൻ അവൾക്ക് വേണ്ടിയാടാ ദുബായിക്ക് പോയത്. പോകുന്നതിന് മുന്നേ അവൾ അച്ഛനെ ഞാൻ കണ്ട്. അവൾ അച്ഛൻ എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? സർക്കാർ ജോലിക്കാണോ നീ പോണേ? അല്ലെങ്കിൽ കടക്ക് പുറത്ത്. അങ്ങനെ പറഞ്ഞടാ അയാള്. ഗൾഫുകാരനാണാ സർക്കാർ ജോലിക്കാരനാണാ ഈ നാട്ടിൽ വിലയെന്ന് അളിയൻ പറ. എടാ മണ്ട, നിനക്ക് അയാളുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന നീ ഗൾഫിലെ സർക്കാർ ജോലിക്കാണ് പോണേന്ന്? ഇതാണ്. എടാ, ഗൾഫിലെ സർക്കാർ ജോലിക്കാണ് പോണേന്ന് ഒന്ന് പറഞ്ഞുകൂടായിരുന്ന? ഒരു മാറ്റമില്ലല്ലേ അരമണ്ട. ആര് പറഞ്ഞു മാറ്റമില്ലെന്ന്? അളിയാ, ഞാൻ വെളുപ്പിന് 6 മണി തൊട്ട് ഓടും. 3:45 കരിനിലക്കോട് വരെ ഓടും. എന്നിട്ടെന്ത് ഓടിയ ക്ഷീണം കാണണം, തിരിച്ചൊരു ആട്ടോ വിളിച്ച് വീട്ടിൽ വരും. പൈസ പക്ഷെ അമ്മയാണ് കൊടുക്കണം കേട്ടാ. ഒരു മാറ്റമില്ലല്ലോ അരമണ്ട, പഴയ അരമണ്ട തന്നെ. ആ, നീ കൂടുതൽ കളിയാക്കണ്ട. പണ്ട് കള്ളവണ്ടി കയറി പാലക്കാട് വരാൻ പറഞ്ഞ ഓർമ്മയുണ്ട? അപ്പോഴും നേരെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ അടുത്ത് പോയി പറയാണ് അടുത്ത കള്ളവണ്ടി എപ്പോഴെന്ന്. അങ്ങനെ ചോദിച്ചവനാണ് നീ. പിന്നെ എനിക്കറിയോ കള്ളവണ്ടി അത് നല്ല വണ്ടി അതൊന്നും. അതെന്ന് വിചാരിച്ച് ട്രെയിനിന്റെ പേര് കള്ളവണ്ടി എന്നായിരിക്കും. അയ്യോ, അത് മാത്രമല്ല. മതിയടാ, നീ എനിക്ക് സ്നേഹിക്കാനുള്ള വഴി പറഞ്ഞേ. അയ്യോ, നീ അറിഞ്ഞില്ലേ? അവളെ കല്യാണം കഴിഞ്ഞ്. അതപ്പോ കഴിഞ്ഞ തിങ്കളാഴ്ച. ഞായറാഴ്ച വെക്കായിരുന്നതാണ്. അന്ന് ആള് കൂടുമെന്ന് വിചാരിച്ച് അവളെ അച്ഛൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. എന്നിട്ടാണോ അത് ഇത്ര നേരം എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത്? അല്ല, നീ പിന്നെ കഥ പറയുന്നതിന്റെ ഫ്ലോ കളയണ്ടെന്ന് വെച്ച്. അവന്റെ ഫ്ലോ നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നു. അതിന് എനിക്ക് എവിടെന്ന് ഫോൺ? പക്ഷെ ഞാൻ കത്ത് എഴുതിയായിരുന്നു. എന്ന്? അവളെ കല്യാണത്തിന്റെ തലയ്ക്ക് ദിവസം. അതിനിപ്പോ അവളെ കൊച്ചിന്റെ 28 കിട്ടും. പോട്ടടാ, നിന്നെക്കാട്ടി നല്ല ഒരുത്തനെയാണ് അവൾക്ക് കിട്ടിയെന്ന് വിചാരിച്ച് നീ സന്തോഷിക്കും. അരമണ്ട. പിന്നെ ഞാൻ അവളെ കല്യാണത്തിന് പോയായിരുന്നു. നല്ല സൂപ്പർ സദ്യ, 3 കൂട്ടം പായസം. നിനക്ക് എന്നെ വിളിക്കാറുന്നടാ. നീ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് പായസം തീർന്നു പോകും. അതാണ് വിളിക്കാത്ത. നാണം ഉണ്ടാടാ നിനക്ക് എന്റെ കാമുകിയുടെ കല്യാണത്തിനെ പറ്റി നീ എന്റെ അടുത്ത് തന്നെ ഒന്ന് പറയാൻ. അതെ, എന്നെ വിളിച്ചിട്ടാ പോയ. അവള് നിന്റെ കാമുകിയാ, അല്ലാതെ എന്റെ കാമുകിയല്ല. ആരെങ്കിലും ഫോൺ മേടിച്ചിട്ടൊന്ന് വിളിച്ചുകൂടെന്നടാ എന്നെ? ഈ കാലത്ത് ഫോണും ഇല്ലാത്ത ആറി. നീ എന്നെ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. എനിക്ക് ഫോണില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എനിക്കും ഉണ്ട്. ഫോണില്ലാത്ത നിനക്ക് എങ്ങനെയാടാ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ? പിന്നെ ഇവിടെ റേഷൻ കാർഡ് പാസ്ബുക്കും ഇല്ലാത്തവന് വരെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമോ. പിന്നെയാണ് ഈ ഫോണില്ലാത്ത എനിക്ക്. ഡേയ്, നീ ഇത് കണ്ട? ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയ ആപ്പിളാ. ദുബായിലേക്ക് ആപ്പിൾ ഇപ്പൊ ഇതാണ് കാണാം. ഓ, എന്റെ 2 വർഷം ശമ്പളം കൊണ്ട് വാങ്ങിച്ചതാ. കിഡ്നി വെക്കാനായിട്ട് ഇരുന്നതാ. പിന്നെ ശമ്പളം തകഞ്ഞോണ്ട് പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ നിന്റെ പൈസയൊന്നും ഇല്ലേ? മണ്ട, 2 വർഷത്തെ ശമ്പളം കൊണ്ട് ദുബായിലെ ആപ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി പഴയ പറഞ്ഞ കണക്ക് മോഷണം തന്നെ ശരണം. ആ, ഇതാരൊക്കെയാ? കണ്ട സ്ഥിതിക്ക് ഒരു ബമ്പർ എടുക്കട്ടെ. ചേട്ടൻ അന്നുകൊണ്ട് അടിയിലെ ചൂട് മാറിയായിരുന്നു. ഇന്നെന്താ പണി പെട്ടെന്ന് കഴിഞ്ഞ? ലോട്ടറിയൊന്നും കാണുന്നില്ല.
ആ അത് നമ്മുടെ രാജൻ സാറില്ലേ, പുള്ളി എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 ലോട്ടറി അങ്ങ് എടുത്ത്. പുള്ളി സ്ഥിരം എടുക്കുന്നില്ലേ. 10 എണ്ണോ? ഓ ഇവിടെ മനുഷ്യന് ഒന്നെടുക്കാൻ കാശില്ല, അതാണ് 10 എണ്ണം. എടേ, ഇന്ന് എൻ്റെ കയ്യിൽ അവസാനം 10 എണ്ണം ഉണ്ടായിരുന്നോണ്ടാ അതെടുത്തത്. ഡെയിലി സാധാരണ 20-30 എണ്ണമാണ് എടുക്കുന്നത്. പൂത്ത കാശല്ലേ പുള്ളിയുടെ കയ്യിൽ. കാശെല്ലാം പൂക്കാണ്ടിരിക്കുന്നതാണോ പുള്ളി ലോട്ടറി എടുത്ത് കളയുന്നത്? എടോ, അന്ന് ബെമ്പർ അടിച്ചില്ലേ, അത് ഈ പുള്ളിക്കാണ്. 1 കോടി അടിച്ചത്, 1 കോടി. 1 കോടിയാ? പിന്നെ പുള്ളി എപ്പോൾ പുറത്തിറങ്ങിയാലും കയ്യിലൊരു പെട്ടിയാണ്. ഇപ്പം അതും പിടിച്ചല്ലേ നടപ്പ്. ആ പെട്ടിയിലല്ലേ ലോട്ടറി അടിച്ച കാശ് വെച്ചേക്കുന്നത്. പിന്നെ പുള്ളിയുടെ സ്വഭാവം വെച്ച് എല്ലാവരും പുള്ളിയെ ഒരു പേര് വിളിക്കാറുണ്ട്, സൈക്കോ രാജൻ. പുള്ളിക്ക് കാശൊരു വിഷയമല്ല, എന്തുമാത്രം കാശാണ് ചിലവാക്കി കളയണത്. പോരാത്തതിന് ഒറ്റത്തടി. ലോട്ടറി അടിച്ചാൽ പിന്നെ ഒറ്റ ബന്ധുക്കളെ അടുപ്പിച്ചിട്ടില്ല. പിന്നെ കൂടുതൽ കാശും ലോട്ടറി എടുത്താണ് തീർക്കണത്. പുള്ളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ നാട്ടിൽ ഫേമസ് അല്ലേ രാജൻ, സൈക്കോ രാജൻ. ഇട്ടുമൂടാനുള്ള പണമില്ല പുള്ളിയുടെ കയ്യിൽ. ആ, പുള്ളിയുള്ളതുകൊണ്ട് എൻ്റെ ലോട്ടറി എല്ലാം വിറ്റു പോകുന്നുണ്ട്. ആ, സംസാരിച്ച് സമയം പോയി, ഞാൻ പോണ്. ഉമ്മന്ന് എടാ പുല്ലേ, അയാള് പറഞ്ഞ കാര്യം നീ വല്ലതും കേട്ടാ? കേൾക്കാതിരിക്കാൻ ഞാൻ ഇതിൽ പൊട്ടണേ. എടാ അതല്ലടാ, ആ സൈക്കോ രാജന്റെ കാര്യം. എടാ അയാളെ ലോട്ടറി അടിച്ച് പൂത്ത കാശുണ്ട്. ആ പെട്ടി നമുക്കെടുക്കണം. അതായത് മോഷണ. ആ അങ്ങനെയും പറയാം. ഇയാളുടെ പേര് കേട്ടില്ലേ, സൈക്കോ രാജൻ. അയാളുടെ മുന്നിലെ സൈക്കോ മതി അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ. എടാ സൈക്കോ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പെട്ടി നമുക്കെടുക്കാം. അല്ലെങ്കിൽ അയാൾക്ക് ആ പൈസ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അല്ലെങ്കിൽ ആരെങ്കിലും ലോട്ടറി അടിച്ച പൈസ കൊണ്ട് വീണ്ടും ലോട്ടറി എടുത്ത് കളയോ? വല്ല വസ്തു വാങ്ങത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ പെട്ടി നമുക്ക് എടുക്കാം. എന്നാലും ഒരെന്നാലും ഇല്ല. നിനക്ക് കോടീശ്വരനാവണ്ടേ? ആവണോ? പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ സ്നേഹരൂപേ നിനക്ക് ആളാവണ്ടേ? അവൾ അച്ഛൻ പറഞ്ഞ ഡയലോഗ് നിനക്ക് ഓർമ്മയുണ്ട? ആർക്ക് കൊടുത്താലും ഈ വാഴയ്ക്ക് തരൂലെന്ന്. പക്ഷെ അയാൾ ഇന്ന് ചിന്തിക്കണം, അന്ന് ആ വാഴയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു. എടാ കോടീശ്വരാ, എല്ലാം ഓക്കെ അല്ലേ? എൻ്റെ കോടീശ്വരൻ ഇങ്ങോട്ട് വന്നാണ്. കുറച്ച് പണിയുണ്ട്. ആദ്യം നമുക്ക് ആ സൈക്കോ രാജനെ കുറിച്ച് കുറച്ച് നാട്ടുകാരുടെ ചോദിക്കാം. വാ. ആര്? രായനാ? സൈക്കോ രായനാ? പുള്ളി അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടാ? പെട്ടിയും പിടിച്ചോണ്ടൊരു നടത്തമുണ്ട്. പൂത്ത കാശല്ലേ, എല്ലാവർക്കും വാരി വാരി കൊടുക്കും. പിന്നെ ലോട്ടറി അടിച്ചതിന് ശേഷം ഒരു വട്ട് സ്വഭാവമുണ്ട്, അത്രേ ഉള്ളൂ. ഈ രാജനെ എനിക്കറിയാം. അവൻ ആദ്യമായിട്ട് സൈക്കോ എന്ന് വിളിച്ച ഞാനല്ലേ. അവൻ്റെ ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്ന ഞാനാണ്. എന്നോടത്ര ബഹുമാനം. കാശ് ഞാൻ തയ്യക്കൂലി ഇത്തിരി കൂടുതൽ മേടിക്കും. നല്ല കാശുള്ള പാർട്ടിയല്ലേ. ഒരിക്കൽ കൂർത്ത് വെച്ചപ്പോൾ ഇത്തിരി ഇറക്കമൊന്ന് കുറഞ്ഞു പോയി. പരാതിയൊന്നും പറഞ്ഞില്ല, ചിരിച്ചോണ്ട് മേടിച്ചോണ്ട് പോയി. ഷർട്ടായിട്ടിട്ടോളാന്ന് പറഞ്ഞു. എന്നോടത്ര ബഹുമാനമാണ്. രാജൻ, സൈക്കോ രാജൻ എങ്ങാണ്ടൊന്നൊരു ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ച് അവൻ്റെ ജാട എന്തുവാ? ഞാനവനെ മൈൻഡ് ചെയ്യാൻ പോകില്ല. അതുകൊണ്ട് അവനെ ആൾക്കാരല്ല സൈക്കോ രാജൻ സൈക്കോ രാജൻ എന്ന് വിളിക്കും. ഈ നുണ പറയാൻ അസുഖം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാല്ല കാര്യങ്ങൾ. നീ ഇത് പിടിച്ചേ. എന്തോന്ന് പറയുന്നത്? ജോത്സ്യന്മാരെ കവടിപ്പലൊക്കെ ഇല്ലേ? നീ എന്തിനാ ജോത്സ്യനാവാ? ഇത് അതിനൊന്നുമല്ല, ഇതാണ് നമ്മുടെ പ്ലാൻ. എന്ത് പ്ലാൻ? സൈക്കോ രാജന്റെ വീട്ടിലെ പെട്ടി എടുക്കാനുള്ള പ്ലാൻ. അതിനെന്തിനാ? അങ്ങനെ വീട്ടിന്റെ പ്ലാനും ഈ കബഡിപ്പലയിലുള്ളതും ഒന്നാണ്. അതുകൊണ്ട് കാര്യം എളുപ്പമായി. കണിച്ചിക്കുളങ്ങനെയുള്ള ജോത്സ്യന്റെ വാടക എടുത്താൽ പെട്ടി കെട്ടിയിട്ട് വേണം അതിന്റെ വാടക കൊടുത്താൽ. മനസ്സിലായ? നേരെ വിളിയിടാം, ഞാൻ നോക്കട്ടെ. ഇത് ബ്ലൂ പ്രിന്റ്. ബ്ലൂ ആണെന്ന് മനസ്സിലായി. അതല്ല, ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇതിന് കപ്പലിന്റെ വീട്. ഇത് സൈക്കോരാജന്റെ വീടിന്റെ മതിൽ. ഇത് വീട്. മനസ്സിലായ? അപ്പൊ ഈ പൂ, അത് പൂന്തോട്ടം.
പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. പിഴയ്ക്കരുത്. ഞാൻ അത്ര കണ്ടൊന്നുമില്ല പേ. ഛേ, അതല്ലടാ, പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, എല്ലാം സൂക്ഷിച്ചു വേണം. ആ അപ്പൊ ഓപ്പറേഷൻ സൈക്കോ രാജൻ. ഓക്കേ? അരമണ്ട കാര്യമണ്ട. എന്താടാ ഇതുപോലെ പോണ ഒരാളെ എനിക്കറിയാം. അയാൾ അന്ന് പിടിച്ച് കെട്ടിയോണ്ടല്ലേ നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നത്? അതല്ലടാ ഇന്നലെ മുരളി. അതാര് നിന്റെ മാമനാ? നിന്റെ വാടക പോടാ. അളിയാടാ നീ പറഞ്ഞ ആ പൂന്തോട്ടം എത്തി. നിന്റെ വാടാഞ്ഞോട്ട്. നമ്മളെ മുന്നോട്ടുള്ള ജീവിതമാണ് ഈ പെട്ടി. അതെ, നല്ല പെട്ടി. കാശ് എടുത്തിട്ട് അങ്ങ് വിച്ചളായി. എടാ ഇനി മുതൽ നമ്മള് കോടീശ്വരന്മാരാടാ, കോടീശ്വരന്മാര്. നീ പെട്ടെന്ന് പെട്ടി തുറന്നാണ്. എനിക്ക് കോടീശ്വരൻ ആയിക്കോളാൻ വയ്യ. ഓടികൾ ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് തുറക്കട്ടെ. അയ്യോ, ഇത് നമ്പർ നോക്കാ. ഇനി എന്ത് ചെയ്യും? അയ്യോ, പുള്ളിക്ക് അന്നടിച്ച ലോട്ടറിയുടെ നമ്പരല്ലേ കയ്യിലുള്ള പെട്ടിയുടെ നമ്പർ ലോക്കാക്കി വെച്ചേക്കുന്നത്. അളിയ പെട്ടി തുറന്നാ. അളിയ നാളത്തെ കോടീശ്വരന്മാരാണ് നമ്മള്. എടാ കോടീശ്വരൻ. എടാ ഇതിന് മുഴുവൻ ലോട്ടറി ടിക്കറ്റ് ആണല്ലോടാ. അയ്യോ, ഇതിലുള്ള കോടികൾ എന്ത് ചെയ്യും? എടാ കോടിയല്ലടാ, ഇത് മൊത്തം ലോട്ടറി. സൈക്കോ രാജൻ ചതിച്ചെന്നാ തോന്നണേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ ഈ ലോട്ടറി ആണോടാ നാട്ടുകാര് പൂത്ത കാശ് എന്ന് പറഞ്ഞ. മക്കളെ ലോട്ടറി എടുക്കട്ടെ. ഒരു ലോട്ടറി എടുത്തതിന്റെ പാടാണ് ഈ കാണുന്നത്. മതിയടാ, നിനക്കുള്ള വണ്ടി ഇപ്പൊ വരും. ആ സാറേ, അമ്മരെ കിട്ടി. ആ കേസ് ലോട്ടറി മോഷണമാണ്. രാജു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ കയറി കുറച്ച് ലോട്ടറി മോഷിച്ചു. അതാണ് കേസ്. ആ സാറേ, ഞാൻ ജീപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആർക്കും വേണ്ടാത്ത കുറച്ച് പഴയ ലോട്ടറി അല്ലേ സാറേ? എടാ മതിയടാ, നിർത്ത്. ബെമ്പറും ബാക്കി പൈസക്ക് ഈ കടയിരിക്കുന്ന മുഴുവൻ ലോട്ടറി ഇങ്ങ് തന്നേരെ.